Hello friends, ഇന്നത്തെ വീഡിയോയിൽ ഒരു മാക്രമേ കീ ചെയിൻ റെയിൻബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 3mm ന്റെ സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 6mm ന്റെ ട്വിസ്റ്റഡ് കോഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14, 18, 22 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റെയിൻബോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ഈ ലെങ്ത് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ആദ്യത്തെ ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു സൈസ് കീ ചെയിനാണ്. എനിക്ക് ഈ ഒരു സൈസ് മതിയായിരുന്നു. പിന്നെ ഞാൻ സിംഗിൾ സ്ട്രാൻഡഡ് കോഡ് ഉണ്ടല്ലോ, ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇവിടെ റോൾ ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് ഇപ്പം ലെങ്ത്ത് കൂടുതൽ ഫ്രിഞ്ചസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റോൾ ചെയ്യാം. ഈ റോൾ ചെയ്യേണ്ട സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നല്ല ക്ലോസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ റെയിൻബോൻ്റെ ഷേപ്പ് മടങ്ങുന്ന സമയത്ത് അവിടെ ഗ്യാപ്പ് ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ എഡ്ജസ്റ്റിലും അതേപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ എൻഡ് എത്തിക്കഴിഞ്ഞ് കട്ട് ചെയ്യുക. ഇനി ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ എൻഡ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം, എല്ലാ ത്രെഡും ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 2 ത്രെഡുകളും കൂടെ റോൾ ചെയ്യുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ശ്രദ്ധിക്കണം, സ്റ്റാർട്ടിങ്ങിൽ 2 സെൻറ്റിമീറ്റർ വിടണം. അതുപോലെ തന്നെ ഒരു ത്രെഡ് 3mm സ്ട്രാൻഡ് ഉണ്ട്, അതിൻ്റെ എൻഡിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാത്ത രീതിയിൽ നമ്മൾ റോൾ ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഏതാണ്ട് 3 എണ്ണം ഇങ്ങനെ തന്നെ റോൾ ചെയ്യുക. പിന്നെ ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രെഡിനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് 3 ത്രെഡുകൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നീഡിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതിനേക്കാളും നീഡിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ്റ്റിൽ നമ്മൾ നേരത്തെ ടൈ ചെയ്ത ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ആ ഭാഗം കാണാതിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഈ ഒരു ബോബിൻ പിന്നാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എഡ്ജസ്റ്റിൽ നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത് അല്ലെങ്കിൽ നൂല് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, ബോബിൻ പിന്നിൻ്റെ എഡ്ജും ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, മെല്ലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ നേരത്തെ റോൾ ചെയ്ത നൂലൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. ഒരു 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും. ഈ ഭാഗം നിങ്ങൾ കാണില്ല, നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. പിന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പം അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ലേസ് വെക്കുന്നതുകൊണ്ടും അത് കാണില്ല ആ ഒരു പോർഷൻ. അപ്പോൾ ആ രീതിയിൽ 3 എണ്ണവും ചെയ്ത് കഴിയും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നീഡിലാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ പെർഫെക്ഷൻ കൂടുതൽ നീഡിലാണ്. ഞാൻ 2 ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ആദ്യത്തെ 2 കോഡിൻ്റെ എഡ്ജസിലാണ് ആദ്യം കണക്ഷൻ കൊടുക്കുന്നത്. അറ്റത്ത് നമ്മളൊരു നോട്ട് ഇട്ടെടുത്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം 3ാമത്തെ ത്രെഡ് എടുക്കാം. ഇത് ഞാൻ ചെറിയ നീഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ വലിയ റെയിൻബോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ നീഡിൽ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3ാമത്തെ ത്രെഡും ഇതുപോലെ തന്നെ എഡ്ജസിലൂടെ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത ആ കെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനുണ്ട്. അപ്പോൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഈ വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് കാണാത്ത രീതിയിൽ കുറച്ച് അടുപ്പിച്ച് വേണം നമ്മൾ നീഡിൽ വെച്ച് ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് കാണുമ്പോൾ കുറച്ച് സിമ്പിളാണ്, പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്, കുറച്ച് സമയം എടുക്കും. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിസറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയറൊക്കെ യൂസ് ചെയ്താൽ ഈ നീഡിൽ വലിക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് സിമ്പിളാക്കാം. ഇതിപ്പോൾ ചെറിയ ഒരു കീ ചെയിനിൻ്റെ റെയിൻബോ ആയതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ എനിക്ക് വലിച്ചാൽ കിട്ടുന്നുണ്ട്. അതെല്ലാം വലിയതൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലെയർ അല്ലെങ്കിൽ സിസർ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. ഇനി ഇതിൻ്റെ ഫ്രിഞ്ചസ് റെഡിയാക്കണം. അപ്പോൾ ഫ്രിഞ്ചസിന് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ കോംബോ വെച്ച് ചീകിയെടുക്കുക. പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ട്രിം ചെയ്ത് കളയുക. എന്തെങ്കിലും ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം, സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി എഡ്ജസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പോം ഒക്കെ അറ്റാച്ച് ചെയ്താൽ നന്നായിട്ടുണ്ടാവും കാണാനായിട്ട്.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ കീ ഹോൾഡർ ഉണ്ടല്ലോ അതിന് അറ്റാച്ച് ചെയ്തോളൂ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.